കോൺഗ്രസിന്റെ പ്രതിനിധി രജിൻ എസ് ഉണ്ണിത്താനിലേക്കാണ്. രജിൻ, ഈ ഭരണഘടനാ സഭയുടെ 1950 ജനുവരി 24-ലെ ഒരു പ്രഖ്യാപനമൊക്കെ അങ്ങേക്ക് അറിയാം അല്ലോ. ഈ വന്ദേ മാതരത്തിന് ദേശീയഗാനത്തിന് സമാനമായ പദവി നൽകിയിരുന്ന കാര്യവും അങ്ങയുടെ ഓർമ്മയിലേക്കൊന്ന് കൊണ്ടുവരികയാണ്. നോക്കൂ, നമ്മുടെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഭരണഘടന സംരക്ഷിക്കും, നിയമവാഴ്ച പാലിക്കും. ഇതാണ് മുഖ്യമന്ത്രി എടുക്കുന്ന സത്യപ്രതിജ്ഞ. അതുകൊണ്ട് നിയമം പാലിക്കേണ്ടത് സർക്കാരിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. പക്ഷേ കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വന്ദേ മാതരം ചൊല്ലിയപ്പോൾ കേരളത്തിൽ മാത്രം വ്യത്യസ്തമായ ഒരു സമീപനം ഉണ്ടാകുകയാണ് ചെയ്തത്. അതെന്തുകൊണ്ടാണ് രജിൻ? നോക്കൂ നീലിമ, 1937 കോൺഗ്രസിന്റെ സമ്മേളനങ്ങളിൽ ഞങ്ങൾ ഗാന്ധിയും നെഹ്റുവും ടാഗോറും പട്ടേലും എല്ലാവരും കൂടി എടുത്തൊരു തീരുമാനമുണ്ട്. എന്താണെന്ന് വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ 2 സ്റ്റാൻസ് ആലപിക്കാം. അത് നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയെയും അതുമായി ബന്ധപ്പെട്ട പ്രകൃതിയെയും ഒക്കെ അഭിമുഖീകരിക്കുന്ന കാര്യങ്ങളാണ്. അത് പാടാം. പക്ഷേ അടുത്ത സ്റ്റാൻസ് എന്ന് പറയുന്നത് ഒരു മതത്തെ മാത്രം കേന്ദ്രീകരിക്കുന്നതാണ്. ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്ന ഒരു സ്വാശ്രയ രാജ്യമാണല്ലോ. ആ രാജ്യത്തിലെ എല്ലാ മതക്കാരെയും നമ്മൾ ഉൾക്കൊള്ളണം. അതുകൊണ്ട് ഞാനും ഒരു ഹൈന്ദവ വിശ്വാസിയാണ്. എന്റെ വിശ്വാസങ്ങൾ ആണ് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുന്നതിന് ഞാൻ ഒരിക്കലും അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എന്റെ മതവുമായി ബന്ധപ്പെട്ടുള്ള ദൈവങ്ങളുടെ പാട്ടുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പുകഴ്ത്തുകൾ മറ്റുള്ള മതക്കാരും പാടണം എന്ന് നിർബന്ധപ്പെടുത്തുവാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. അങ്ങനെ ആഗ്രഹിക്കാത്തപ്പോഴാണ് ജനാധിപത്യം എന്ന് പറയുന്ന ജനാധിപത്യം പുലരുന്നത്. അപ്പോ അങ്ങനെയാണ് കോൺഗ്രസ് അന്നെടുത്ത നയം എന്നുള്ളത്. വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട് ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു കോൺഗ്രസിന്റെ നിലപാട് എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ദേശീയതയിൽ വന്നിരിക്കുന്ന മോദി സർക്കാർ അതുമായി ബന്ധപ്പെട്ട ബില്ലുകൾ കൊണ്ടുവരികയും അതുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ ഉണ്ടാവുകയും ഈ പറയുന്ന ദേശീയ ഗാനത്തോടൊപ്പം തന്നെ ദേശീയ ഗീതത്തിനും ഉള്ള പ്രയോറിറ്റിയും അത് പാടുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള അതിനെ നിഷേധിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുന്നോട്ട് വരികയും ചെയ്തു. പക്ഷേ അതിന്റെ എങ്ങും ഒരു ബില്ലിലും അല്ലെങ്കിൽ ഒരു ഇതിലും എങ്ങും ഈ ഗാനം പാടണം എന്നുള്ള നിർബന്ധം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പാടാതിരിക്കാം, പക്ഷെ അതിനെ അഭിവേദിക്കരുത് എന്നുള്ളതാണ്. കേരളത്തിലെ ഗവൺമെന്റ് എടുത്ത തീരുമാനം അത് ദേശീയ ഗാനം പാടാനാണ് തീരുമാനം എടുത്തത്. ദേശീയ ഗാനം പാടിയല്ലോ. എല്ലാ ഔദ്യോഗിക പരിപാടികളിലും ദേശീയ ഗാനം മുഴങ്ങിയല്ലോ. എല്ലാ ഔദ്യോഗിക പരിപാടിയിലും ദേശീയ ഗാനം പാടി. അങ്ങ് പറഞ്ഞതിലെ ഒരു പോയിന്റിലേക്ക് പോകുകയാണ്. ഈ വന്ദേ മാതരം പാടുകയോ പാടാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ AICC ആസ്ഥാനത്ത് അത് പാടുകയാണെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തുകയോ അവഹേളിക്കുകയോ ചെയ്യരുത് എന്നത് രാജ്യത്തെ നിയമമാണ്, പാർലമെന്റ് പാസാക്കിയ നിയമമാണ്. AICCയുടെ മുൻ അധ്യക്ഷ സോണിയ എന്താണ് ഇന്നലെ ചെയ്തത്? അത് തടസ്സപ്പെടുത്തുന്ന സമീപനമല്ലേ യഥാർത്ഥത്തിൽ ഉണ്ടായത്? നോക്കൂ, പിന്നെ കോൺഗ്രസിന്റെ നയം ഈ പറയുന്ന ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് 2 സ്റ്റാൻസ് പാടുക എന്നുള്ളതാണ്. പക്ഷെ ആശയപരമായുള്ള പ്രശ്നങ്ങൾ കാരണം അവിടെ മുഴുവൻ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട മുഴുവൻ വരികളും അവിടെ ആലപിക്കുകയുണ്ടായി. സ്വാഭാവികമായിട്ടും ജനാധിപത്യ ബോധമുള്ള ഒരു ആശയപരമായ പ്രശ്നം എന്ന് പറയുമ്പോൾ അങ്ങ് ഉപയോഗിച്ച ആ വാക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. ആശയപരമായ പ്രശ്നം എന്ന് പറയുമ്പോൾ കോൺഗ്രസിനകത്ത് അപ്പോൾ ദേശീയതയെ അനുകൂലിക്കുന്നവരും ദേശീയതയെ എതിർക്കുന്നതുമായ 2 ചേരികളുണ്ടോ? ഒരു സംശയത്തിന് ചോദിച്ചതാണ്. ദേശീയത അല്ല നീലിമ, എന്താണ് നിങ്ങൾ ദേശീയത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? രാജ്യത്തിന്റെ ദേശീയത എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് സ്വാശ്രയ രാജ്യമാണ്. ആ രാജ്യത്തെ എല്ലാ മതക്കാർക്കും ഇവിടെ ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ മതത്തിന്റെ എന്തെങ്കിലും അടിച്ചേൽപ്പിക്കുന്ന രീതിയിലേക്ക് പോകുന്നതല്ല ദേശീയത എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ, പൊതുപ്രവർത്തകർ. അതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. വന്ദേ മാതരം ദേശീയത ഉൾക്കൊള്ളുന്ന വന്ദേ മാതരത്തിൽ അവസാനമായി ബന്ധിരിക്കുന്ന ദുർഗാദേവിയുമായി ബന്ധപ്പെട്ട് വാണി എന്ന് പറയുന്ന സരസ്വതി ദേവിയുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാൻസുകൾ അത് ഒരിക്കലും മറ്റു മതക്കാർക്ക് മറ്റു മതമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് പാടുവാൻ ബുദ്ധിമുട്ടുള്ളതാണ്. അതെന്തിനാണെന്നേ അവരിൽ അടിച്ചേൽപ്പിക്കേണ്ട കാര്യം നമുക്ക് എന്താണ്? ഇന്ത്യ മഹാരാജ്യമല്ലേ, ഇതൊരു സ്വാശ്രയ രാജ്യമല്ലേ? ഈ രാജ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അത് അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഒന്ന്. പിന്നെ പാടാതിരിക്കാം, അത് ഓരോരുത്തരുടെയും കാര്യമാണ്. പാടുന്നവരുണ്ട്, പാടാതിരിക്കുക. കേരളത്തിലെ ഗവൺമെന്റിനെ സംബന്ധിച്ച് നിലപാടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രോട്ടോകോൾ ഉത്തരവ് നിങ്ങൾ അതിനു മുമ്പ് തന്നെ ആഗസ്റ്റ് 15-മായി ബന്ധപ്പെട്ട പ്രോട്ടോകോൾ ഉത്തരവുകൾ വന്നതാണ്. ആ ഉത്തരവിനകത്ത് എല്ലാം പറഞ്ഞിട്ടുള്ളത് ഈ പറയുന്ന ദേശീയ ഗാനം ആലപിക്കുന്നു, പതാക ഉയർത്തുന്നു, അതുമായി ബന്ധപ്പെട്ട പരിപാടികൾ, അതാണ് പ്രോട്ടോകോൾ ഉത്തരവ് എന്ന് പറയുന്നത്. അത് മുമ്പേ വന്നതാണ്. പക്ഷെ അതിന് മുമ്പൊക്കെ ഡിഒയുമായി ബന്ധപ്പെട്ട് അതെ അതിലേക്ക് നിങ്ങൾ ചെറിയ മുമ്പ് ഞാൻ പറയാണെന്ന് ഞാൻ അതിലേക്ക് തന്നെയാണല്ലോ വരുന്നത്.
അപ്പോ ദേശീയ സാംസ്കാരിക മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് എല്ലാ സ്റ്റേറ്റുകളിലെയും ചീഫ് സെക്രട്ടറിമാർക്ക് വന്നിട്ടുള്ള ഈ പറയുന്ന കാര്യം ലെറ്ററുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറി ഡിഒ ഉത്തരവെന്നൊന്നും പറയരുത് തന്നെ, ഉത്തരവെന്നൊക്കെ വ്യാഖ്യാനിക്കരുത്. ഡിഒ എന്ന് പറയുന്ന ഉത്തരവല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഡിഒ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറികളിലേക്ക് അയച്ചു എന്നുള്ളതാണ്. അപ്പോഴും സർക്കാരിന്റെ നിലപാടല്ല എന്ന് ഞാൻ ഉൾപ്പെടെയുള്ളവർ ഈ പാനലിസ്റ്റുകൾ പലയിടത്തും വന്ന് പറഞ്ഞപ്പോൾ ഈ പ്രതിപക്ഷവുമായാലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളായാലും അതല്ല, സർക്കാർ സംഘപരിവാർ നയങ്ങളിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളെ അപഹസിക്കുകയും ഞങ്ങൾക്കെതിരെ ചാപ്പ് കുത്തുകയൊക്കെ ചെയ്തു. പക്ഷേ കേരളത്തിലെ സർക്കാരിന് നിലപാടുണ്ടായിരുന്നു. കേരളത്തിൽ മാത്രമല്ലല്ലോ, തമിഴ്നാട്ടിലും അത് തന്നെയല്ലേ. കേരളം ഇന്ത്യ മഹാരാജ്യത്ത് കേരളം മാത്രമല്ല, തമിഴ്നാടും ഇതേപോലെ തന്നെ ദേശീയ ഗാനമാണ് മുഴക്കിയത് എന്നുള്ളതാണ്. അപ്പോ അങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ ആ രീതിയിലേക്കാണ് എടുത്തത്. അതിനെന്താണ് തെറ്റ്? അതെവിടെയാണ് ദേശീയത, എവിടെയാണ് മുറിവേറ്റത് ദേശീയതയ്ക്ക്? എങ്ങും മുറിവേറ്റിട്ടില്ല. ഇതെന്താണ് ഇപ്പൊ രാജ്യത്ത് വളരെ വലിയ രീതിയിൽ ഭരണപക്ഷം പ്രതിക്കൂട്ടിലായിരിക്കുന്ന സാഹചര്യം. അത് നീറ്റ് പരീക്ഷ ആയിക്കോട്ടെ, രാമക്ഷേത്ര കൊള്ളയായിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ രീതിയിൽ ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങളിൽ നിൽക്കുന്ന ഒരു കേന്ദ്ര നേതൃത്വം അത് വഴിതെറ്റി വിടുവാൻ വേണ്ടി ഈ പറയുന്ന ചരിത്രങ്ങൾ, അതായത് സ്വാതന്ത്ര്യ സമരമായാലും വന്ദേമാതരമായാലും ജനഗണമനയായാലും എല്ലാം ചരിത്രങ്ങളാണ്. ആ ചരിത്രങ്ങളെ എടുത്തു വെച്ചുകൊണ്ട് ഇതെല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം, ആ ശ്രമത്തിലൊന്നും ഈ നാട്ടിലെ ജനങ്ങൾ വീഴുകയില്ല എന്നുള്ളതാണ്. രജിന്റെ നിലപാട് പറഞ്ഞു. അതിന് മറുപടി പറയേണ്ടതുണ്ട്.